നമ്മൾ ഇന്ന് നമ്മുടെ കിച്ചണിൽ നാളികേര വെള്ളം ഉപയോഗിച്ച് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കുക എന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ക്രിസ്മസിന് എല്ലാവരും ഈ രീതിയിൽ വട്ടയപ്പം തയ്യാറാക്കി കഴിഞ്ഞാൽ മതി. നമുക്ക് കള്ളൊന്നും വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് വട്ടയപ്പം തയ്യാറാക്കാം. നല്ല പച്ചരി എടുത്ത് 3-4 ട്രിപ്പ് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ വട്ടയപ്പം അരയ്ക്കാനെടുക്കാൻ. നമ്മൾ വീട്ടിൽ കള്ള് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കള്ള് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നാളികേര വെള്ളം എടുക്കുക. നാളികേര വെള്ളം ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കാം, ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈസ്റ്റ്, ഒരു ചെറിയൊരു സ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് ഇത് കണ്ടത് ഇങ്ങനെ ചേർത്ത് നമ്മൾ ഇളക്കി വയ്ക്കുക. അപ്പോൾ ഇത് ഈസ്റ്റ് വർക്ക് ചെയ്ത് ഒരു അരി അരയ്ക്കാൻ പാകമാകുമ്പോൾ നമ്മുടെ ഈ കള്ളും തയ്യാറാവും. അങ്ങനെ വീട്ടിൽ തന്നെ കള്ള് തയ്യാറാക്കിയിട്ടാണ് ഇപ്രാവശ്യം ക്രിസ്മസിന് നമ്മളെല്ലാവരും വട്ടയപ്പം തയ്യാറാക്കാൻ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പുറത്തൊന്നും കള്ള് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ കള്ള് തയ്യാറാക്കാമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ പഞ്ചസാരയും നാളികേര വെള്ളം ഈസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റ് കുറവ് മതി, പക്ഷെ നമുക്ക് ഒറിജിനൽ വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മാവ് നല്ലോണം പൊന്തി വരും ചെയ്യും, നല്ല കള്ളിൻ്റെ പോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ചെയ്യും. 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കഴുകി കുതിർക്കാൻ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വെള്ളം മാറ്റി വയ്ക്കാം. നല്ലോണം കുതിർന്നുണ്ട് കണ്ട. ഇതുപോലെ ഒരു പാകമാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അരഞ്ഞു പോകും. അപ്പം ഇതിങ്ങനെ നമുക്ക് വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാനായിട്ടാണ്. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ വട്ടയപ്പം തയ്യാറാക്കിയാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പം കിട്ടും നമുക്ക്. നല്ല സോഫ്റ്റ് ആവും ചെയ്യും. നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ കള്ള് ചേർത്ത് ഉണ്ടാക്കണ വട്ടയപ്പം പോലെ തന്നെ ഇരിക്കും ഇത്. അരി നമുക്ക് വെള്ളം വാലാനായിട്ട് മാറ്റി വയ്ക്കാം. 7 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായ നല്ലോണം അമ്മിക്കല്ലിലിട്ട് ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈസ്റ്റ്, പഞ്ചസാര, നാളികേര വെള്ളം, ഇത് 3 നമ്മളിതിൽ ചേർത്തുള്ളത്. കള്ളിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടും ചെയ്യും. വട്ടയപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ചെയ്യും. മിക്സിയുടെ ജാർ എടുത്ത് നമ്മൾ പച്ചരി അരയ്ക്കാനായിട്ട് ഇടാം. ഇതിലേക്ക് നമ്മൾ നാളികേര വെള്ളം, ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്ത വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. നല്ലോണം പൊന്തി വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ചേർക്കാം. നഗയ്ക്ക് നിൽക്കേണ്ട, താഴെയായിട്ട് നിന്നാൽ മതി. ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അരച്ചു കൊണ്ടുവരാം. അപ്പം ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് പച്ചരി. അപ്പോൾ ഇതിലേക്ക് പോരായ വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ കള്ളിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച മിശ്രിതം ഞാൻ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു തവി മാവ് എടുത്ത് നമുക്ക് കപ്പി കാച്ചാം. നേരട്ടി വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം കപ്പി കാച്ചാന്ന് പറയുന്നു കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ചേർക്കാം. വെള്ളം നമ്മൾ ചേർക്കാം. എന്നിട്ട് കപ്പി കുറുക്കിയെടുത്ത് കൊണ്ടുവരാം. ചെറുതീയിലിട്ടിട്ട് വേണം നമ്മൾ കപ്പി ഇങ്ങനെ കുറുക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ ഇളക്കി നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അടിയെ പിടിക്കും. ഇങ്ങനെ ചെയ്താലാണ് വട്ടയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റൊക്കെ കിട്ടുക. ഇങ്ങനെയാണ് നാടൻ രീതിയിൽ വട്ടയപ്പം തയ്യാറാക്കുന്നത്. 2 മിനിറ്റ് മതി. ഇതുപോലെ ഇങ്ങനെ കുറുകി വരും. അപ്പം നമുക്ക് ഇത് ഇളക്കി നിൽക്കണം ഇങ്ങനെ എല്ലാ നേരം. അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ട ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് മിക്സിയിൽ അടിക്കണ ഒരു ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ആയിരിക്കും. നമ്മൾ കപ്പി കാച്ചാന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പഴയ കാലത്തൊക്കെ അമ്മച്ചിമാർ ഇതുപോലെ ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ ഇതുപോലെയാണ് വട്ടയപ്പം തയ്യാറാക്കിയിരുന്നത്. അപ്പം നമ്മൾ അരച്ചു വെച്ച മാവ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ കപ്പി കാച്ചിയത് ചൂടൊന്നും ആറി ഒരു ഇളം ചൂടുള്ളപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇതുപോലെ എനിക്ക് ആദ്യം ഇത് തന്നെയായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കള്ളാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇത് ആദ്യം തന്നെ നമ്മൾ നല്ലോണം കട്ട
കുത്താതെ നല്ലോണം നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നാളികേരം ചെരുവിയത്, അതായത് 1 കപ്പ് നാളികേരത്തിന്റെ വെള്ളം മാത്രമേ പാടുള്ളൂ. നാളികേരം ചെരുമ്പ് ചിരട്ടയുടെ ബാക്ക് വരെയായിട്ട് ചേരരുത്, അപ്പോൾ വട്ടയപ്പത്തിന് നിറം കുറയും. അപ്പം ഇത് ചേർക്കാം. മുഴുവൻ ചേർക്കേണ്ട. 2 സ്പൂൺ നാളികേരം ചെരുവിയത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് അവസാനം അരയ്ക്കാനായിട്ടാണ്, വല്ലാണ്ട് ഫൈനായിട്ട് അരയാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ ആദ്യം ഇത് കുറച്ച് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സ്പൂൺ നാളികേരം ചെരുവിയത് മാറ്റി വെച്ചുള്ളത്. പഞ്ചസാര 1 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏലക്കായ ചതച്ചത് നമുക്ക് ചേർക്കാം. 7 ഏലക്കായ ചതച്ച് തോല് മാറ്റിയെടുത്തതാണ്. ഒരു ചെറിയ സ്പൂൺ ഉപ്പ്, നെയ്യ് 1/2 സ്പൂൺ. നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നെയ്യും കൂടി ചേർക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കള്ളിൻ്റെ, അതായത് നാളികേര വെള്ളം, ഈസ്റ്റ്, പിന്നെ അതുപോലെ പഞ്ചസാരയും കൂടി ചേർത്തത് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല, വട്ടയപ്പം നല്ല പൊന്തി വരും. ഇതും കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മാവും കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മാറ്റി വെച്ച നാളികേരം ചുരണ്ടിയതും കൂടി ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാണ്ട് അരയരുത്, അപ്പോഴൊന്ന് വട്ടയപ്പം കടിക്കാനായിട്ട് കിട്ടുള്ളൂ. വട്ടയപ്പം കഴിക്കുമ്പോൾ നാളികേരം കടിക്കാൻ വേണ്ടിയിട്ടാണ് 2 സ്പൂൺ നാളികേരം ചെരുവിയത് മാറ്റി വെച്ചത്. നമുക്കൊന്ന് ജസ്റ്റ് ഒരു തിരി മതി, അങ്ങനെ എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം എല്ലാതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇവിടെ മാവിലേക്ക് ചേർക്കാം. കൈ കൊണ്ടൊക്കെ നല്ലോണം വരണ്ടിട്ട് ഇങ്ങനെ എടുക്കാം. മിക്സിയുടെ ജാറൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് നല്ലോണം കയ്യിലിട്ടിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. എത്രയോ ഇളക്കണോ അത്രയും നമ്മുടെ വട്ടയപ്പം പൊന്തി വരും. അല്ലെങ്കിൽ പിന്നെ ഒരു ടിപ്പുണ്ട്, നമുക്കിത് നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി, നമ്മുടെ വട്ടയപ്പം റെഡിയാവും. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറുണ്ടല്ലോ, വലിയ ജാറ്, അപ്പോൾ ഒറ്റ തിരിയിൽ തന്നെ നമുക്ക് ഈ വട്ടയപ്പം എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ട് കിട്ടും. അരച്ച ജാറെടുത്ത് ഒന്നും കൂടി ഒന്ന് വലിയ ജാറിൽ വേണമെങ്കിൽ വലിയ ജാറിൽ അരയ്ക്കാം. ഇപ്പം ഞാൻ കുറച്ച് മാവൊക്കെ ഇതിൽ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം ഞാൻ മിക്സിയുടെ ജാറിനെ എടുത്ത് ഒന്ന് അരച്ച് കൊണ്ടുവരാം. നമ്മൾ കൈ കൊണ്ട് വിസ്ക് കൊണ്ടൊക്കെ ഇളക്കി യോജിപ്പിക്കുന്നതിനേക്കാളും നല്ലതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് തിരിച്ചെടുത്തതാണ്. അപ്പം എല്ലാതും കൂടി നല്ലോണം ജോയിൻ്റ് ആയിക്കോളും. അവസാനം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മിക്സിയുടെ ജാറിൽ. ഇനി നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ചും കൂടി ചെയ്യാം. അതുപോലെ നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്ത് വന്നതാണ്. അപ്പം നമ്മുടെ വട്ടയപ്പം മാവ് എല്ലാതും മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം പൊന്തുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുള്ളത്. നല്ലോണം സോഫ്റ്റായ വട്ടയപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാക്സിമം 2 മണിക്കൂർ മതി. വട്ടയപ്പം നല്ലോണം പൊന്തും. അപ്പം നമുക്ക് കോരി എടുത്ത് വട്ടയപ്പം ചുടാം. നമുക്കൊരു പാത്രം വെച്ച് മൂടി വയ്ക്കാം. 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പം നമുക്ക് മാറ്റി വെച്ച മാവ് നോക്കാം. കണ്ട നല്ലോണം വീർത്തുണ്ട്. ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇത് വീർക്കും. ഇതിപ്പോൾ ചെറിയൊരു ചൂടുള്ള കാരണം നമ്മൾ ഇത് പെട്ടെന്ന് വീർത്തുണ്ട്. അപ്പം ഇതേ കണ്ടത്, ഇതിങ്ങനെ തോണ്ടുമ്പോൾ ഇതേ കണ്ടത് നമ്മുടെ വട്ടയപ്പം വീർത്തുള്ളതാണ്. ഇപ്പം കണ്ട ഈ മാവ് കോരി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കിണ്ണെടുത്ത് അതിലേക്ക് നെയ്യ് പുരട്ടാം. വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പശു നെയ്യ് പുരട്ടുന്നത്. അത് നല്ലോണം ഒന്ന് തുടച്ച് എല്ലാ ഭാഗത്തേക്ക് ആക്കാം. അതിനുശേഷം ഈ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ചാൽ മതി. മാവ് പൊന്തി വരാനുള്ള സ്ഥലം വേണം, അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. അതുപോലെ നല്ലോണം പൊന്തിയുണ്ട്. ഇനി നമുക്ക് മാവ് അതെ ഇതുപോലെ ഒഴിക്കുക. അപ്പം നമ്മുടെ ഈസ്റ്റൊന്നും അധികം ചേർക്കാണ്ട് നല്ലൊരു വട്ടയപ്പം കിട്ടും. പ്രാവശ്യം എല്ലാവരും ഇതുപോലെ ക്രിസ്മസിന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കള്ളൊന്നും വേണ്ട, ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. നല്ല സോഫ്റ്റായിട്ട് ഉള്ള വട്ടയപ്പമായിരിക്കും. ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ആവിക്ക് വയ്ക്കാം. ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം ആവി വരുന്നുണ്ട്. ആവി വന്നതിന് ശേഷം വേണം നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് വെക്കാനായിട്ട്. ആവി വന്നിട്ടുണ്ട്, ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മൂടി കൊണ്ട് മൂടി വയ്ക്കുക.
മാക്സിമം ഒരു 10 മിനിറ്റ് മതി. അപ്പം നമ്മുടെ വട്ടയപ്പം വെന്തുണ്ടാവും. അപ്പം നമ്മൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ മൂടിയെ തുറന്ന് ഒന്ന് ആവിവെള്ളം ഒന്ന് കുടഞ്ഞ് കളയണം. അല്ലെങ്കിൽ വെള്ളം വട്ടയപ്പത്തുമ്മയ്ക്ക് വീഴും. അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് മൂടിയാലും മതി. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ലിഡ് എടുത്ത് ആവിവെള്ളം ഒന്ന് കണ്ട ഇതിങ്ങനെ ഒന്ന് കുടഞ്ഞ് കളയാം. അപ്പം നമ്മുടെ വട്ടയപ്പ മാവിക്ക് വെള്ളം വീഴില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇതുപോലെ തന്നെ മൂടി വയ്ക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ട് നമുക്കിത് തുറക്കാം. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ആവിവെള്ളം ഇങ്ങനെ കുടഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഫോർക്ക് എടുത്ത് ഇതുപോലെ കുത്തി നോക്കാം. അപ്പൊ കുത്തുമ്പോൾ ഇതിൽ ഒന്നും പറ്റി പിടിച്ചില്ലെങ്കിൽ വെന്തുണ്ട്. കണ്ടോ, ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പൊ ഇത് വെന്തുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഇത് എടുക്കാം. ചട്ടകം പോലെയുള്ള ഇതോ കയ്യിലോണ്ട് എടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ കൊള്ളും. അതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. കണ്ട, ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് അടർത്തിയെടുക്കാനായിട്ട്. നെയ്യ് പറ്റിയ കാരണം പെട്ടെന്ന് കിട്ടും. ഇതിങ്ങനെ ചൂടാറാനായിട്ട് വെക്കാം. മാവൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വെക്കാം. ഇതുപോലെ മൂടി വയ്ക്കാം. എന്നിട്ട് ആവി വെള്ളം കളയും ചെയ്യാം. അപ്പം നമ്മുടെ വട്ടയപ്പൊക്കെ നല്ല റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് വട്ടയപ്പാണ്. അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാം എങ്ങനെയുണ്ടെന്ന്. ഇത് നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാം. അപ്പം നാളികേരം വെള്ളം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ആണ് ഇതിൽ കൂടെ ചെയ്യണത്. കള്ളൊന്നും ആവശ്യമില്ല. നമുക്ക് നാളികേരം വെട്ടുമ്പോഴുള്ള വെള്ളം മാത്രം മതി. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്യണം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.